സിമ്പിൾ ഡിക്കി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മഷ്റൂം മസാല ഉണ്ടാക്കാം. അത് എങ്ങനെ എന്ന് നോക്കാം. അതിന് 5-8 മഷ്റൂം എടുത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇത് 150 ഗ്രാം മഷ്റൂമാണ് ഉള്ളത്. നല്ലതുപോലെ വൃത്തിയാക്കിയെടുക്കണം. ടാപ്പിൻ്റെ താഴെ വെച്ച് തന്നെ വൃത്തിയാക്കണം. നാട്ടിൻപുറങ്ങളിൽ തനിയെ മുളച്ച് വരുന്ന മഷ്റൂമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈ മസാലകൾ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. 1 നുള്ളി ജീരകം, 1 തക്കോലം, 2 ഏലക്കായ, 4 ഗ്രാമ്പു, 2-3 കഷ്ണം പട്ട. ഇതൊന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1 സവാള മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി സവാള നമുക്ക് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇത് അധികം വലിയ സവാളയല്ല, ഒരു മീഡിയം സൈസ് സവാളയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും 5-8 വെളുത്തുള്ളിയുമാണ് അരച്ചെടുത്തത്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിയെടുക്കണം. എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയും മുറിച്ച് ചേർക്കുന്നതിനേക്കാൾ നല്ലത് ചതച്ച് ചേർക്കുന്നതാണ്. ചെറുതായി ചതച്ചാൽ പോരാ, നല്ലതുപോലെ ചതച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതും നല്ലതുപോലെ വഴറ്റിയെടുക്കണം. പത്ത് 12 കാഷ്യൂ നട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ നല്ലതുപോലെ കുതിർന്നിരിക്കണം, എന്നാലാണ് നല്ലതുപോലെ അരയുക. ഇത് അണ്ടിപ്പരിപ്പ് അരച്ചെടുത്തതാണ്. അണ്ടിപ്പരിപ്പ് അരയ്ക്കുമ്പോൾ എപ്പോഴും കുതിർന്നിരിക്കണം അരയ്ക്കാൻ, അതാണ് എളുപ്പം. ഇനി തക്കാളിയും സവോളയും ഒന്ന് ആയി വന്നാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി വന്നാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. തക്കാളിയും സവോളയും നല്ലതുപോലെ വെന്തിരിക്കണം, എന്നാലാണ് കറി നന്നായി കിട്ടുക. ഇനി
ഇനി ഈ മസാല നല്ലതുപോലെ മൂത്ത് വന്നാൽ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിൽ കിടന്നും ഇവയെല്ലാം ഒന്ന് നല്ലതുപോലെ വേവണം. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി നന്നായി വരും. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. മൂടി വയ്ക്കുമ്പോൾ സിമ്മിൽ വെച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ സ്വാദുണ്ടാവില്ല. വെജിറ്റേറിയൻകാർക്കും നോൺ വെജിറ്റേറിയൻകാർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. മഷ്റൂം നല്ല പോഷക സമൃദ്ധമായ ഒരു ഭക്ഷണമാണ്. ഇത് നല്ലതുപോലെ തിളച്ച് വന്നാൽ ഇതിലേക്ക് മഷ്റൂം മുറിച്ചത് ഇട്ട് കൊടുക്കാം. മഷ്റൂം കിട്ടിയാൽ ഞാൻ പല വിധത്തിലുള്ള വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഇളക്കി ചേർത്ത ശേഷം നമുക്ക് മൂടി വയ്ക്കാം. ഇത് നല്ലതുപോലെ വെന്ത് വരണം. ഇനി ഇതൊന്ന് തുറന്നു നോക്കി ഇതിലേക്ക് കസ്തൂരി മേത്തി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി ചേർത്ത ശേഷം മൂടി വയ്ക്കാം. ഇനി തുറന്നു നോക്കി സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇനി ഒരു കഷ്ണം ബട്ടർ വെച്ച് ഗാർണിഷ് ചെയ്യാം. ഇതൊരു സിമ്പിൾ മസാലക്കറിയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.